വെൽക്കം ടു കീർത്തിസ് റെസിപ്പീസ്. ഇന്ന് പേൾ മില്ലറ്റ് കൊണ്ടാണ്. പേൾ മില്ലറ്റ് നമ്മൾ ഡയാബറ്റീസിൽ നിന്നും ക്യാൻസറിൽ നിന്നും ആസ്മയിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. വിറ്റമിൻ ഡി ഉള്ളതാണ്. പിന്നെ കൊളസ്ട്രോളും കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതാണ് പേൾ മില്ലറ്റ്. എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ്. തേനയരിയേക്കാളും ഇച്ചിരി കൂടുതൽ വലിപ്പത്തിലുള്ള ഇതാണ് ഈ പേൾ മില്ലറ്റ് അഥവാ കമ്പ് മില്ലറ്റ് എന്നും പറയും. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഈ മില്ലറ്റ് ഇട്ടെടുക്കുക. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ചെറുതീയിൽ വെച്ച് വേണം നമ്മൾ റോസ്റ്റ് ചെയ്യാൻ. ജസ്റ്റ് ഒരു അരോമ വരുന്നവരെ റോസ്റ്റ് ചെയ്താൽ മതി. ഒത്തിരി അങ്ങോട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു മണം വന്നു കഴിയുമ്പോൾ നമ്മളത് സ്റ്റൗ ഓഫാക്കിയിട്ട് നമ്മളൊരു പ്ലേറ്റിൽ പകർത്തി വയ്ക്കാം. ചൂട് മാറാൻ വേണ്ടിയിട്ടാണ്. ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഒരു മിക്സി ജാറിൽ അത് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഞാൻ മാറ്റുവാണത്. പൊടിക്കുമ്പോൾ ഒത്തിരി പൊടിയായിട്ടും പോകരുത്, എന്നാൽ ഒത്തിരി തരികളും പാടില്ല. ജസ്റ്റ് കോഴ്സ് എന്ന് വെച്ചാൽ റവയേക്കാളും കുറച്ച് കൂടുതലായിട്ടൊന്ന് പൊടിയണം. ഇത് നമ്മൾ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ 1 മാസത്തിൽ കൂടുതൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഒരു ബൗളിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറു ചൂടുവെള്ളം തെളിച്ച് നമ്മൾ പുട്ടിന് കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. നമ്മൾ പുട്ട് കുറ്റിയിലിട്ടിട്ട് ഒന്ന് വേവിക്കാനാണ് വെക്കുന്നത്. ഒരു 10 to 15 മിനിറ്റ്സ് ഇതിന് ആവി കയറ്റി എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ പേൾ മില്ലറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്, അഥവാ കമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കടലക്കറി, മുട്ടക്കറി, ചിക്കൻ കറിയായിട്ട് നല്ല കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ കടലക്കറിയാണ് ഇതിന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻസിൽ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് കീർത്തി. ബൈ.